ശ്രീനഗറിൽ ഒരു സന്ധ്യയാണ്. സൂര്യൻ പതുക്കെ മലകൾക്കപ്പുറം മറയുമ്പോൾ ജലം നദി സ്വർണ്ണനിറത്തിൽ തിളങ്ങിത്തുടങ്ങും. അവിടെ നദിയുടെ നെഞ്ചിലൂടെ നിശബ്ദമായി നിൽക്കുന്ന ഒരു പാലം. വാഹനങ്ങളുടെ ശബ്ദമില്ല, ഹോണില്ല, പാദച്ചുവടുകളുടെ മൃദുലമായ ശബ്ദം മാത്രം. ഇതാണ് ശ്രീനഗറിലെ ഫുട് ബ്രിഡ്ജ്. ഒരു കാലത്ത് ഈ നദി കടക്കാൻ ആളുകൾക്ക് ബോട്ടുകളെയും ദൂരെയുള്ള റോഡ് പാലങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നു. ദിവസേന സ്കൂളിലേക്കും ജോലിയിലേക്കും പോകുന്നവർക്ക് ജലം ഒരു സൗന്ദര്യത്തോടൊപ്പം ഒരു തടസ്സവുമായിരുന്നു. അപ്പോൾ 2005 ജൂലൈ 13-ന് ഈ നദിക്കു മുകളിൽ 130 മീറ്റർ നീളമുള്ള ഒരു നടപ്പാത പിറന്നു. വാഹനങ്ങൾക്കല്ല, മനുഷ്യർക്കായി മാത്രം. ലാൽമണ്ഡി പ്രദേശത്തെയും നഗരത്തിന്റെ ഹൃദയമായ ലാൽ ചോക്കിനെയും ബന്ധിപ്പിച്ച് ഈ സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ് ജേലം നദിയുടെ മേൽ വിരിഞ്ഞു. കാറ്റ് വീശുമ്പോൾ പാലം അല്പം കുലുങ്ങും, പക്ഷേ പേടിയുണ്ടാകില്ല. പകരം നദിയോടൊപ്പം നടക്കുകയാണ് എന്നൊരു അനുഭവം. രാവിലെ സ്കൂൾ ബാഗുമായി കുട്ടികൾ, ഓഫീസ് ഫയലുകളുമായി ജോലിക്കാർ, വൈകുന്നേരം നദിക്കരയിലെ കാഴ്ച ആസ്വദിക്കാൻ നിൽക്കുന്ന യാത്രക്കാർ. രാത്രി അടുക്കുമ്പോൾ പാലം മറ്റൊരു രൂപം കൈക്കൊള്ളും. ലൈറ്റുകൾ തെളിയുമ്പോൾ ജേലം നദിയിൽ അതിന്റെ പ്രതിഫലനം കാണാം, ശ്രീനഗറിന്റെ ഹൃദയമിടിപ്പ് പോലെ. ഈ പാലം ചരിത്ര സംഭവങ്ങളുടെ സാക്ഷിയല്ല, പകരം സാധാരണ മനുഷ്യരുടെ ദിവസേനയുള്ള ജീവിതത്തിന്റെ സാക്ഷിയാണ്. ഒരു അമ്മയുടെ വേഗത്തിലുള്ള നടപ്പ്, ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾ, ഒരു യാത്രക്കാരന്റെ ആദ്യ കാശ്മീർ കാഴ്ച, എല്ലാം ഈ പാലത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീനഗറിലെ ഫുട് ബ്രിഡ്ജ് വെറും ഒരു പാലമല്ല, ജേലം നദിയിലൂടെ ഒഴുകുന്ന മനുഷ്യകഥകളുടെ ഒരു നടപ്പാതയാണ്. ശ്രീനഗറിലെ ഈ ഫുട് ബ്രിഡ്ജിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഒരു നദി മാത്രമല്ല കടക്കുന്നത്, ഒരു നഗരത്തിന്റെ നിശബ്ദമായ കഥകളിലൂടെയാണ്.